അവസാന ഭാഗം. റാം അവന്റെ പൾസ് ഒന്ന് നോക്കി. ഫൈൻ. വരുണിന് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി കൂടുതൽ ടെസ്റ്റുകൾ വല്ലതും വേണോ? ഹേയ്, വെറും ഫ്ലഷ് കട്ടായതാണ്, നമ്മുടെ കൈ മുറിയും പോലെ, അത്രേ ഉള്ളൂ. ഡാ, ചിക്കൻ അരിയില്ലേ, കറി കട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സഞ്ജയ് നിസ്സാരമായി പറഞ്ഞു. വെട്ടിയിട്ടാലും മുറി കൂടുന്ന ഇനമായതുകൊണ്ട് കുഴപ്പമില്ല. റാം കളിയാക്കി. ഉവ്വേ, നമുക്കിട്ട് തന്നെ താങ്ങിക്കൂ. ആ റാം, ഇത് വരുൺ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? യാ, എത്രയോ വട്ടം. വരുൺ പുഞ്ചിരിച്ചു. ശരിടാ, എനിക്ക് റൗണ്ട്സിന് ടൈമായി. ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു ചിന്ന ആക്സിഡന്റ്. അങ്ങനെയാണ് ഞാൻ റിപ്പോർട്ട് എഴുതിയത്. സത്യത്തിൽ ആരാ കുത്തിയത്? ആരാണെന്ന് ഞാൻ ശരിക്കും കണ്ടില്ല. ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നീ ഇവിടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിലാ ഇങ്ങോട്ട് വന്നത്. അത് നന്നായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. റാം യാത്ര പറഞ്ഞു പോയി. നമുക്ക് 2 ഷർട്ട് 2 ജീൻസ് വാങ്ങണം. നിന്റെ ഷർട്ടിലും ജീൻസിലും എന്റെ ചോര നോക്കടാ. സഞ്ജയ് പറയുമ്പോഴാണ് അവനത് കണ്ടത്. അവന്റെ കണ്ണൊന്ന് നിറഞ്ഞ പോലെ. തന്റെ സഞ്ജുവിന്റെ ചോര. അവൻ പണിപ്പെട്ടൊരു ചിരി വരുത്തി. ഞാൻ പോയിട്ട് വരാം. സഞ്ജയ് അല്പനേരം അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഞാനും വരാം. സഞ്ജയ് വരുണിനെ നോക്കി. ടെക്സ്റ്റൈൽസ് തുറക്കാൻ താമസിച്ചപ്പോൾ അവർ ഫോണിൽ അതിന്റെ ഓണറിനെ വിളിച്ചു. എന്തായാലും തുറപ്പിച്ച് ഡ്രസ്സ് വാങ്ങിച്ചു ധരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇടയ്ക്ക് അമ്മ വിളിച്ചു. അപ്പോൾ ഓഫീസിലാണെന്നും സഞ്ജു ഒരു നുണ പറഞ്ഞു. തിരിച്ചു പോരുമ്പോ വരുൺ അവന്റെ മുഖത്ത് നോക്കി. നീ ഒത്തിരി മാറി. സഞ്ജയ് പുഞ്ചിരിച്ചു. എങ്ങനെ? നീ കുറച്ച് സോഫ്റ്റായി. ബെസ്റ്റ്. നീ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നെങ്കിൽ ഇത് പറയുകയല്ല. ഞാൻ അയാളെ തല്ലിയില്ലെന്നേ ഉള്ളൂ. എന്റെ കർത്താവേ, അതെന്നാത്തിനാ? എടാ, അങ്ങേർക്ക് ജേക്കബ്സ് ഹോസ്പിറ്റലിൽ ഷെയർ ഉണ്ട്. ഈ ഓർഗൻ കച്ചവടങ്ങളെല്ലാം അങ്ങേരെ അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നേ. അതിലേക്കാ അടുത്ത അന്വേഷണം. അത് ശരി, നീ അപ്പൊ നന്നാകാൻ ഉദ്ദേശമില്ല. ഞാൻ ദുബായിൽ പോവാ, എന്റെ പപ്പയുടെ അമ്മയുടെ അടുത്ത്. ഇല്ലെങ്കിൽ നിന്റെ കെയർ ഓഫിൽ എനിക്കും കിട്ടും ഒരു വെടിയുണ്ട. സ്വസ്ഥമായി ചാകാൻ പറ്റുകയില്ല. എടാ പൊട്ട, കേരളത്തിൽ ആരും ആരെയും വെടിവെച്ച് കൊല്ലുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത്യപൂർവ. ഇവിടെ വടിവാൾ, കത്തി, ആക്സിഡന്റ് അങ്ങനെയൊക്കെയാ. അപ്പൊ മരിക്കും, അതുറപ്പാ അല്ലയോ? ഏറെക്കുറെ. നീ പോയാ നിന്നെ ഞാൻ തന്നെ കൊല്ലും. വരുൺ അവന് ഒരിടി വെച്ചു കൊടുത്തു. എടച്ചക്ക, ഒരു പെണ്ണുണ്ട് നിനക്ക്, അതിനെ കൊല്ലിക്കരുത്. സഞ്ജയ് ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കത്തിച്ചു. സഞ്ജുവിന്റെ പെണ്ണിനെ തൊടാൻ മാത്രം വളർന്ന ആരെങ്കിലും ഭൂമിയിലുണ്ടോടാ? ഉവ്വ. നമ്മൾ ചെല്ലുമ്പോ നിന്റെ അമ്മയോട് എന്തു പറയും? ഞാൻ എൻ്റെ വീട്ടിലിറങ്ങിയാലോന്നാ. എനിക്ക് കള്ളം പറയാൻ വയ്യ. ഇപ്പൊ തന്നെ നിന്റെ കൂടെ കൂടി ഞാൻ ഒത്തിരി പാപങ്ങൾ ചെയ്തു. നരകം ഉറപ്പാ. എന്റെ വരുണേ, നീ വല്ല പള്ളിയിലച്ഛനാവേണ്ട ആളാ. എങ്ങനെ വഴി തെറ്റിയ കുഞ്ഞാടാ നിനക്ക്? വഴി തെറ്റിച്ചവൻ തന്നെ ചോദിക്ക്. എന്നാ ഞാൻ എൻ്റെ വീട്ടിലോട്ട്, വണ്ടി എൻ്റെ വീട്ടിലോട്ട്, നീയും എൻ്റെ വീട്ടിലോട്ട്. സഞ്ജയ് അവന്റെ മുഖത്തേക്ക് സിഗരറ്റിന്റെ പുക ഊതി വിട്ടു. എന്റെ ചുണ്ടിലേക്ക് ഒറ്റ സെക്കൻഡ്, ഒരെണ്ണം എടുത്തേക്ക് തന്നേക്കാം. വരുൺ കൊതിയോടെ നോക്കി. അല്ല, നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, വഴി തെറ്റിയെന്നോ തെറ്റിച്ചെന്നോ? എന്റെ പൊന്നെ, എനിക്ക് വേണ്ട. സഞ്ജയ് പൊട്ടിച്ചിരിച്ചു. ചിരിച്ചപ്പോൾ അവന് വയറ് വേദനിച്ചു. വേദനയുണ്ടോടാ? അവനൊന്ന് മൂളി. പിന്നെ സിഗരറ്റ് വരുണിന്റെ ചുണ്ടിൽ വച്ചു കൊടുത്തു. ഇതങ്ങാനും ആരെങ്കിലും കണ്ട ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കൂട്ടുകാരന് പുക വലിക്കാൻ ചുണ്ടിൽ സിഗരറ്റ് വെച്ച് കൊടുക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന തമ്പനയിൽ ഉൾപ്പെടെ യൂട്യൂബിൽ വരും. വരുൺ പുകയൂതി വിട്ട്. സഞ്ജയ് ചിരിച്ചു. വീടെത്തി. അമ്മ മുറ്റത്തുണ്ട്. ഗൗരി, നീ ഷർട്ട് മാറിയോ? ഇതല്ലല്ലോ ഇട്ടിട്ട് പോയത്. വരുണും ഡ്രസ്സ് മാറിയിട്ടുണ്ടല്ലോ. രാവിലെ കട തുറപ്പിച്ച് വാങ്ങിയതാണെന്ന് അമ്മയോട് പറയാൻ പറ്റുമോ? സഞ്ജയ് വെറുതെ ഒന്ന് ചിരിച്ചു. നല്ല വിശപ്പ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഉച്ചയായി. താര ഗൗരവത്തിൽ പറഞ്ഞു. മീ എവിടെ? വരുൺ അകത്തേക്ക് നടക്കാൻ ആഞ്ഞു. മീ ചേച്ചി രാവിലെ വീട്ടിലേക്ക് പോയി. ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ വന്നാലുടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഗൗരി ചിരിച്ചു. സഞ്ജയ് അവളുടെ വയറ്റിൽ അമ്മ കാണാതെ ഒന്ന് നുള്ളി. ഗൗരിയുടെ മുഖം ചുവന്നു. വരുൺ സഞ്ജയ് ഒന്ന് നോക്കി. എന്നാ പിന്നെ ശരി, ഞാൻ അങ്ങോട്ട്. നീ എങ്ങോട്ട്? നീ ഇവിടെ റെസ്റ്റ് എടുക്ക്. കുറച്ചു കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഡ്രോപ്പ് ചെയ്യാം. സഞ്ജയ് അവന്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അകത്തേക്ക് നടന്നു. എന്നെ ഒറ്റയ്ക്കാക്കിയ കൊല്ലി ഞാൻ, അവൻ വരുണിന്റെ കാതിൽ പറഞ്ഞു. എന്തോ കള്ളത്തരമുണ്ട് അല്ലേ ഗൗരി? ഗൗരി വിളർച്ചയോടെ ഒന്ന് ചിരിച്ചു. അവളുടെ മുഖത്ത് രക്തമയമില്ല. താര അത് തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. വിവേക് സെറ്റിയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അവരെ കണ്ടവൻ എഴുന്നേറ്റു. എങ്ങനെയുണ്ട് സഞ്ജയ്? അവൻ ഒറ്റ രാത്രി കൊണ്ട് വല്ലാതെ ക്ഷീണിച്ച് കാണപ്പെട്ടു. ഹേയ്, കുഴപ്പമില്ല. സഞ്ജയ് ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ തൊട്ടു. വരുണിനെന്തോ വിവേകിനെ നോക്കി സംസാരിക്കാനോ ചിരിക്കാനോ തോന്നുന്നില്ലായിരുന്നു. ഇരിക്കെ. അവൻ വിവേകിനെ അടുത്ത് പിടിച്ചിരുത്തി. വിവേകിന് പാസ്പോർട്ട് ഉണ്ടോ?
നേരത്തെ എടുത്തതുണ്ട്. നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ? സത്യത്തിൽ ഇവിടെ നിന്ന് പോകണമെന്നാ എനിക്ക്. എങ്കിൽ വഴിയുണ്ടാക്കാം. സഞ്ജയ് അവന്റെ തോളിൽ തട്ടി. താര ഗൗരിയെ കൂട്ടി അകത്തേക്ക് വന്നപ്പോൾ ആ സംഭാഷണം അവിടെ മുറിഞ്ഞു. എനിക്കൊരു ചായ വേണം, വരുൺ ഗൗരിയോട് പറഞ്ഞു. ഇപ്പൊ തരാട്ടോ. ഗൗരി നടന്നു തുടങ്ങിയതും ബാലൻസ് നഷ്ടമായ അവളെ പോലെ ഒന്ന് വേച്ചു. മോളെ എന്നൊരു വിളിയോടെ ഓടിച്ചെന്ന വിവേകിന്റെ ദേഹത്തേക്ക് ഗൗരി ബോധമറ്റ് വീണു. ഗൗരിക്ക് ബോധം വരുമ്പോൾ അവൾ ഹോസ്പിറ്റലിലായിരുന്നു. ഇതിപ്പോ കെട്ടിയോനും കെട്ടിയോളും ഷിഫ്റ്റാണല്ലോ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലല്ലോ. വരുൺ അവന്റെ കാതിൽ പറഞ്ഞു. നല്ല ന്യൂസ് ആണല്ലോ. ഷീസ് പ്രഗ്നന്റ്. കൺഗ്രാറ്റുലേഷൻ സഞ്ജയ്. ഡോക്ടർ ജയലക്ഷ്മി സഞ്ജയെ നോക്കി. അവന്റെ ഹൃദയത്തിൽ ഒരു കടൽ ഇരമ്പിയാർന്നു. കണ്ണു നിറഞ്ഞ് കാഴ്ച മങ്ങി. വരുണിന്റെ മുഖവും ആഹ്ലാദത്താൽ നിറഞ്ഞു. വിവേക് നെഞ്ചിൽ കൈവച്ചു. താര ഗൗരിയുടെ നെറ്റിയിലെ മുടിയിഴകൾ ഒതുക്കി മാറ്റി അവിടെ ഒരു ഉമ്മ കൊടുത്തു. താങ്ക് യു ഗൗരി, അവർ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. അവർ വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോരുന്നു. രാത്രി സഞ്ജയുടെ മടിയിൽ കിടക്കുകയായിരുന്നു ഗൗരി. കുസാറ്റിൽ നിന്ന് അറിയിപ്പ് വന്ന ദിവസമായിരുന്നു ഇന്നലെ PGക്ക് ചേരാൻ. ഇനിയിപ്പോ അവളുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു. ഇനിയിപ്പോ എന്താ? ജോയിൻ ചെയ്യണം, പഠിക്കണം. പ്രഗ്നൻസി ഒരു രോഗമൊന്നും അല്ലല്ലോ. അവൾ സന്തോഷത്തോടെ അവന്റെ മുഖത്ത് നോക്കി. അവൻ അവളുടെ വയറിൽ മെല്ലെ വിരലോടിച്ചു. തൻ്റെ കുഞ്ഞ്, എന്തൊരു ഫീലിംഗ് ആണിത്. അവൻ ആ ഉദരത്തിൽ അമർത്തി ചുംബിച്ചു. താങ്ക് യു മോളെ, അവൻ അവളെ തന്നോട് ചേർത്ത് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ. ഗൗരി ആ വാപുത്തി. പിന്നെ മുഖത്തോട് ചേർത്ത് വെച്ചു. താരയ്ക്ക് തിരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു. അടുത്ത വരവിൽ വിവേകിനെയും ഒപ്പം കൊണ്ടുപോകാമെന്ന് തീരുമാനമായി. ഗൗരിയുടെ PG ക്ലാസ്സുകൾ തുടങ്ങി. വരുണും മിയയും പഴയ പോലെ ജോലിയും അടിപിടിയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജേക്കബ്സ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഷട്ടർ ഇട്ടു സഞ്ജയ്. 5 വർഷം പൂർത്തിയായി. അടുത്ത ഇലക്ഷനെ നേരിട്ട ഭരണപക്ഷത്തിന് വെറും 10 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. സമയം അതിവേഗം കടന്നുപോയി. ഗൗരിക്കും സഞ്ജയ്ക്കും ഒരു മോനുണ്ടായി. താര തൽക്കാലം ഒരു ഇടവേളയെടുത്ത് അവർക്കൊപ്പം നിന്നു. വിവേക് അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഗൗരിയുടെ മാതാപിതാക്കളും മുത്തശ്ശിയും അവർക്കൊപ്പമുണ്ടായിരുന്നു. എല്ലാവരും മാറി, ഒരാൾ ഒഴിച്ച്. സഞ്ജയ് സൂര്യനെ പോലെയാണവൻ. പ്രകാശം തരുന്ന, എന്നാൽ തൊട്ടാൽ ദഹിച്ചു പോകുന്ന സൂര്യനെ പോലെ. ഗൗരിയുടെ മുന്നിലെത്തുമ്പോൾ മാത്രം അവൻ മഴയാകും. സൂര്യനെ മോഹിച്ചവളുടെ ഉള്ളു നനയ്ക്കുന്ന പൂമഴ. അവസാനിച്ചു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ കഥയെക്കുറിച്ച് 2 വരി പറയാതെ പോകരുതേ. അടുത്ത കഥകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.